ഹലോ. ഇന്ന് ഞാൻ ഒരു സ്റ്റഡി ചലഞ്ചുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ചാനലിലെ ആദ്യത്തെ സ്റ്റഡി ചലഞ്ച് ആട്ടോ ഇത്. അപ്പോൾ ഞാൻ രാവിലെ 3:30 എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ബട്ട് രാവിലത്തെ ഒന്ന് ഫ്രഷായി വിളക്കൊക്കെ കത്തിച്ച് പഠിക്കാനിരുന്നപ്പോൾ തന്നെ സമയം 4 മണിയായിട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ കാൽക്കുലേഷനാണ് ആദ്യമായിട്ട് ചെയ്യണത്. ഞാൻ അതിന് മുന്നേ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഏതിനെ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ. അപ്പോൾ ഞാൻ SSC റെയിൽവേ എക്സാംസ് ആട്ടോ ഫോക്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ കാൽക്കുലേഷൻ ചെയ്ത് നോക്കുവാണ്. ഞാൻ ഈ ചലഞ്ചിലൂടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. എന്നിട്ട് എത്ര ഇൻറ്റൻസിറ്റിയിൽ ഒരു ദിവസം പഠിക്കാൻ പറ്റി, എത്ര അവേഴ്സ് ഒരു ദിവസം പഠിക്കാൻ പറ്റി എന്നുള്ളതല്ല. എനിക്ക് ഈ 21 ഡേയ്സും മുടങ്ങാതെ സ്ഥിരമായിട്ട് പഠിക്കുക. അതിപ്പോൾ ഈവൻ ഹാഫ് അവർ ആണെങ്കിൽ പോലും ആ പഠിത്തമായിട്ടൊരു ടച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എൻ്റെ ആ പഠിത്തമായിട്ടുള്ള ടച്ച് വിട്ടുപോയിട്ട് കുറേ നാളുകളായി. അത് ഈ ഒരു ജേണിയിലുള്ള എല്ലാവർക്കും അറിയാം കൺസിസ്റ്റൻസി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അല്ലേ. അപ്പോൾ എനിക്ക് പ്രധാന വില്ലനാണ് ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കാരണം എനിക്കില്ലത്. എപ്പോഴേലുമൊക്കെ പഠിക്കും, നല്ല രീതിയിൽ പോകുന്ന സമയത്ത് എനിക്ക് എപ്പോഴേലും ഒരു ബ്രേക്ക് വരും, അവിടുന്ന് പോവും, പിന്നെയും സ്റ്റാർട്ട് ചെയ്യും, അങ്ങനെ. അപ്പോൾ ഈ ഒരു റീസ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് ഒത്തിരി ടൈം എടുത്തു. ഏറ്റവും കൂടുതൽ എനിക്ക് ലാഗ് അടിച്ചത് ഈ റീസ്റ്റാർട്ടിനാണ്. അതായത് നേരെ ചൊവ്വേ നല്ല രീതിയിൽ പഠിച്ചിട്ട്, ഈവൻ ഇതിന് മുന്നേ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന പോലെയെങ്കിലും ഞാൻ പഠിച്ചിട്ട് കുറച്ച് മാസങ്ങൾ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് റീസണിങ്ങിൻ്റെ സെക്ഷണൽ ടെസ്റ്റ് എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതെടുത്തപ്പോൾ നല്ല പോലെ ക്ലിയറായി. എനിക്ക് ഉണ്ടായിരുന്ന സ്പീഡൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. സാരമില്ല, കുഴപ്പമില്ല, നമുക്ക് പിക്കപ്പ് ചെയ്യാമല്ലോ. ഇപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ ഇന്നലത്തെ സ്റ്റഡി ചലഞ്ചാണ് കേട്ടോ. അതായത് ഇന്നലത്തേതായിരിക്കും ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുക, ഇന്നത്തേത് ഞാൻ നാളെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. അന്നന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാട്ടോ അങ്ങനെ. എന്തായാലും നവരാത്രി ആരംഭിച്ച ദിവസം തന്നെയാണ് കേട്ടോ ഞാൻ ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. ഒരു സ്റ്റഡി ചലഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് എനിക്കിപ്പോൾ 7 ദിവസം എങ്ങാണ്ടായിട്ടോ. വിചാരിക്കണതല്ല, ഇന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ രാവിലെ അലാം വെക്കും. അലാം സ്നൂസ് അടിക്കുന്നത് ഞാൻ പോലും അറിയുന്നില്ല. അതങ്ങനെ ഒരു കുറച്ച് ദിവസം പോയപ്പോൾ ഞാൻ തന്നെ റിഗ്രറ്റ് അടിക്കാൻ തുടങ്ങി. എന്നാൽ എങ്ങനെയും എഴുന്നേൽക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ന് ഞാൻ എഴുന്നേറ്റത് അലാം വെച്ചിട്ട് ഫോൺ മാറ്റി വെച്ചു. സോ അലാം അടിക്കുന്നത് ഞാൻ ചാടി എണീക്കും. കാരണം കൊച്ചെണീക്കാൻ പാടില്ല. എനിക്കൊരു മോളുണ്ട് കേട്ടോ, കൊച്ചെണീക്കാൻ പാടില്ല. അത് കാരണം ഞാൻ ചാടി എണീക്കും. അങ്ങനെയാണ് കേട്ടോ ഇന്ന് രാവിലെ കൃത്യം എണീറ്റത്. ഇപ്പോൾ ഞാൻ റെഡിയായി ജോലിക്ക് പോവാണ്. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് വന്നു. എനിക്ക് ഉച്ച വരെ ഉള്ളൂ. പക്ഷെ എന്നാലും ഞാൻ വന്നപ്പോൾ ഒരു 3 മണിയായി. വന്നു കഴിഞ്ഞ് പഠിക്കാനിരിക്കുകയാണ് കേട്ടോ. മോള് വെളിയിൽ കളിക്കുകയാണ്. കുട്ടികളുള്ള അമ്മമാർക്കറിയാം നമ്മളൊരിടത്ത് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ എത്ര വട്ടം നമ്മൾ എണീറ്റ് പോകേണ്ടി വരുമെന്ന്. എനിക്കിപ്പോൾ എത്ര വട്ടം എണീറ്റ് പോയെന്ന് എനിക്കറിയില്ല. പിന്നെ ആൾക്ക് ബോറടിച്ചു, ആളെൻ്റെ കൂടെ വന്ന് കയറി. പിന്നെ എൻ്റെ പഠിത്തമൊക്കെ ഏകദേശം ഗുദാഹവയായിരുന്നു കേട്ടോ. അപ്പോൾ Day 2 വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ.